ഹലോ, നമ്മൾ ഇന്നിവിടെ മൈക്രോ എക്കണോമിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഇൻട്രഡക്ഷൻ. അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള 2 മാർക്കിന്റെ ഉണ്ട്, 3 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ പതിവില്ല കേട്ടോ ആ ചാപ്റ്ററിന്. അതിന്റെ മെയിൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം നോക്കാം. ആദ്യം ഇൻട്രൊഡക്ഷൻ, എക്സ്പ്ലെയിൻ സെൻട്രൽ പ്രോബ്ലംസ്. കണ്ടോ, സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെൻട്രൽ ഓർ ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് ചോദിച്ചാൽ നമുക്ക് 3 എണ്ണമേ ഉള്ളൂ. ഏതൊക്കെയാണ്? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഇതാണ് നമ്മുടെ 3 ബേസിക് സെൻട്രൽ പ്രോബ്ലംസ് ഓർ ബേസിക് പ്രോബ്ലംസ് ഇൻ എൻ ഇക്കോണമി. ഇത് മക്കളെ ഒരു 2 മാർക്കിനാണെങ്കിൽ വാട്ട് ആർ ദ പ്രോബ്ലംസ് എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതിൽ പോയിന്റ്സ് എഴുതിയാൽ മതി. പക്ഷെ ഇത് തന്നെ ഒരു 3 മാർക്കിനെങ്ങാനും ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഓക്കെ, ഇനി എന്താണ് സെൻട്രൽ പ്രോബ്ലംസ് വരാനുള്ള കാരണങ്ങൾ അതും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് സെൻട്രൽ പ്രോബ്ലംസ്? ബിക്കോസ് സെൻട്രൽ പ്രോബ്ലംസ് വരാനുള്ള കാരണങ്ങൾ അൺലിമിറ്റഡ് ഹ്യൂമൻ വാണ്ട്സ്, ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. അപ്പൊ 3 റീസൺസ് ആണ് നമുക്ക് എന്ത് സെൻട്രൽ പ്രോബ്ലംസ് വരാനുള്ള കാരണങ്ങളും കേട്ടോ. അപ്പൊ ഇനി ഞാൻ പറയട്ടെ, എന്താണ് സെൻട്രൽ പ്രോബ്ലംസ് ചോദിക്കാൻ? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അപ്പൊ ഇതിന്ന് ചോദിക്കുകയാണ്. ഇനി ഇതിൻ്റെ അന്ന് ചെകഞ്ഞെടുത്ത് ചോദിക്കുകയാണെങ്കിൽ വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ഇറ്റ് ഈസ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മുടെ രാജ്യത്തുള്ള റിസോഴ്സസ് വെച്ചുകൊണ്ട് എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കണം, അതാണ് വാട്ട് ടു പ്രൊഡ്യൂസ്. രണ്ടാമത്തത് ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാന്നറിയോ? ചോയ്സ് ഓഫ് ടെക്നോളജി. മറന്നു പോകരുത്, ഇവിടെ നോക്കാം 1 വേർഡിനും ചാൻസ് ഉണ്ട് കേട്ടോ. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ചോയ്സ് ഓഫ് ടെക്നോളജി. അപ്പൊ ചോദിക്കും വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്നോളജി അല്ലെങ്കിൽ ചോയ്സ് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് 2 എണ്ണം ഉണ്ട്. ഒന്ന് ലേബർ ഇന്റൻസീവ്, അനദർ വൺ ഈസ് ക്യാപിറ്റൽ ഇന്റൻസീവ്. മക്കളെ ഇതിപ്പോ ഒരു 3 മാർക്കിനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഉള്ളിൽ എക്സ്പ്ലനേഷൻ എഴുതണമെന്ന്. അപ്പൊ ഇങ്ങനെ എക്സ്പ്ലനേഷൻ എഴുതുകയാണ് കേട്ടോ. അടുത്തതാണ് വാട്ട് ടു പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഹൂം ടു പ്രൊഡ്യൂസ്. അടുത്താണ് ഹൂം ടു പ്രൊഡ്യൂസ്. അപ്പൊ ഇനി ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നതിൽ എന്താണ്? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. അപ്പൊ മക്കളെ ഇതിൽ തന്നെ 2 മാർക്കിനും ചാൻസ് ഉണ്ട്, 1 വേർഡിനും ചാൻസ് വരാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് ഫുള്ള് അങ്ങോട്ട് പഠിച്ചു വയ്ക്കുക. Now the second one, differentiate. ഈ ചാപ്റ്റർ എന്നുള്ള അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ഡിഫറൻഷിയേറ്റ് മാർക്കറ്റ് ഇക്കോണമി ആൻഡ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി. അതായത് മാർക്കറ്റ് ഇക്കോണമിയും സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയും തമ്മിലുള്ള ഡിഫറൻസസ് എഴുതാൻ. അതും പരീക്ഷയ്ക്ക് വരുന്നതാണ്. 3-4 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സംഭവങ്ങളാണ് ഈ മാർക്കറ്റ് ഇക്കോണമിയും സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയും. അപ്പൊ മാർക്കറ്റ് ഇക്കോണമിയുടെ വേറൊരു പേരാണ് മക്കളെ എന്ത്? ക്യാപിറ്റാലിസ്റ്റ് ഇക്കോണമി. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്യാപിറ്റലിസം, മുതലാളിത്ത വ്യവസ്ഥ. അതിന്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്താണ്? പ്രൈവറ്റ് ഓണർഷിപ്പ് ആണ്. അതായത് എല്ലാ സാധനങ്ങളും ആരുടെ കീഴിലായിരിക്കും? ഗവൺമെന്റിന്റെ കീഴിലല്ല, ആരുടെ? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കീഴിലാണ്. അതേപോലെ അവിടെ എന്ത് എലമെന്റ് ഉണ്ട്? ഇനീക്വാളിറ്റി, അസമത്വമുണ്ട്. ഇവരുടെ മെയിൻ എയിം എന്ന് പറയുന്ന എന്താണ്? പ്രോഫിറ്റ് മോട്ടീവ് ആണ്. ഇത് ഒരു ഫീച്ചറാണ് കേട്ടോ. അവരുടെ മെയിൻ എയിം എങ്ങനെ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിൻ എയിം. അതിന് എക്സാമ്പിൾ നമ്മൾ USA, ബ്രിട്ടൻ, ഫ്രാൻസ് ഇതൊക്കെ ക്യാപിറ്റലിസം ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ മക്കൾ പ്രൈവറ്റ് ഓണർഷിപ്പ്, ഇനീക്വാളിറ്റി, പ്രോഫിറ്റ് മോട്ടീവ് എന്നൊക്കെയാണ് എഴുതി വെക്കേണ്ടത്. Now comes centrally planned economy. അടുത്തൊരു ഇക്കോണമി നമ്മുടെ സോഷ്യലിസം. സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയുടെ വേറൊരു പേരാണ് സോഷ്യലിസ്റ്റ് ഇക്കോണമി. അപ്പൊ സോഷ്യലിസത്തിന്റെ മെയിൻ എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അവിടെ എന്താ മെയിൻ എയിം എന്നറിയോ? ഇറ്റ് ഈസ് മെയിൻലി the main aim of the socialism is welfare motive. ഓക്കെ, എന്താണ്? വെൽഫെയർ മോട്ടീവ് ആണ്. ക്ലിയർ? ഇനി അതേപോലെ അവിടെ എല്ലാ സാധനവും ഗവൺമെന്റ് ഉടമസ്ഥയിലാണ്. അവിടെ എന്ത് എലമെന്റ് ഉണ്ട്? ഈക്വാളിറ്റി എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്, സമത്വം എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. എല്ലാ ഇക്കണോമിക് പ്രോബ്ലംസും ആരാ സോൾവ് ചെയ്യുക? പ്ലാനിങ് ഓർ ബൈ ഗവൺമെന്റ് ഇവരാണ് സോൾവ് ചെയ്യുക. അപ്പം നമുക്കറിയാം എല്ലാ ഇക്കോണമിയിലും പ്രോബ്ലംസ് ഉണ്ട്. അതിൽ സോഷ്യലിസം ആയാലും ക്യാപിറ്റലിസം ആയാലും പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ ഒരു സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയിൽ ആരാണ് സോൾവ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഗവൺമെന്റ് എന്ന് എഴുതാം, ഗവൺമെന്റ് ഓർ പ്ലാനിങ് ആണ് സോൾവ് ചെയ്യുക. അപ്പൊ ഇവിടെ 1 വേർഡിനും ചാൻസ് ഉണ്ട്. അതായത് ഹൂ decides or who solves central economic problems in a socialist economy എന്ന് ചോദിക്കുമ്പോൾ അത് ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ പ്ലാനിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ who solves problems in a
മാർക്കറ്റ് ഇക്കോണമി എന്ന് ചോദിച്ചാൽ ആര് എഴുതണം? ഇറ്റ് ഈസ് പ്രൈസ് മെക്കാനിസം ഓർ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രൈസ് മെക്കാനിസത്തിന് പകരം ഉണ്ടാവുക എന്തായിരിക്കും അറിയോ? ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നായിരിക്കും കേട്ടോ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്നും എന്ത് കറക്കി ചോദിക്കാൻ ചാൻസ് ഉണ്ട്? വൺ വേർഡ് ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇത് 3 മാർക്കിനോ 4 മാർക്കിനോ ഡിഫറൻഷിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് എഴുതി വെക്കുക. ഇതിൽ തന്നെ വൺ വേർഡും ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് മിസ് പറഞ്ഞത്. ഓക്കെ, നൗ കംസ് ദ നെക്സ്റ്റ് വൺ. ഡിഫറൻഷിയേറ്റ് മൈക്രോ ഇക്കണോമിക്സ് ആൻഡ് മാക്രോ ഇക്കണോമിക്സ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മൈക്രോയും മാക്രോയും തമ്മിലുള്ള വ്യത്യാസം. മൈക്രോ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ പാർട്ട് ഓഫ് എൻ ഇക്കോണമി, അതായത് ഒരു ഒറ്റയ്ക്ക് ഇൻഡിവിജ്വൽ ഒറ്റയ്ക്ക് എടുത്ത് പഠിക്കുന്നതാണ് നമ്മുടെ മൈക്രോ ഇക്കണോമിക്സ്. നേരെ മറിച്ച് ഇക്കോണമി മൊത്തത്തിൽ എടുത്ത് പഠിക്കുന്നതാണ് എന്ത്? മാക്രോ ഇക്കണോമിക്സ് കേട്ടോ. ഈ മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സ്മോൾ, മാക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ലാർജ്. അപ്പൊ 2 ഡിഫറൻസ് ആയി. മൈക്രോ ഇക്കണോമിക്സിന്റെ വേറെ പേരാണ് മക്കളെ എന്ത്? പ്രൈസ് തിയറി. ഇവിടെ എന്താണ്? ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് തിയറി. ഇതും വൺ വേർഡിനും ഇവിടെ ചാൻസ് ഉണ്ട്. മൈക്രോ ഇക്കണോമിക്സ് ഓൾസോ നോൺ ആസ് പ്രൈസ് തിയറി, മാക്രോ ഇക്കണോമിക്സ് ഓൾസോ നോൺ ആസ് ഇൻകം തിയറി ആൻഡ് എംപ്ലോയ്മെന്റ് തിയറി എന്നും പറയാറുണ്ട് കേട്ടോ. ഇനി എക്സാമ്പിൾസ് ഓഫ് മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞത് എ കൺസ്യൂമർ. നമ്മൾ ഒരു കൺസ്യൂമറെ കുറിച്ച് പഠിക്കുക, ഒരു മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക, ഒരു ഫേമിനെ കുറിച്ച് പഠിക്കുക, ഒറ്റയ്ക്ക്. ഓക്കെ, അതാണ് മൈക്രോ ഇക്കണോമിക്സ്. നേരെ മറിച്ച് മാക്രോ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, നാഷണൽ ഇൻകം, പോളിസി ഓഫ് RBI എടുക്കുന്ന പോളിസി, ഗവൺമെന്റ് എടുക്കുന്ന പോളിസീസ് എല്ലാം എല്ലാവർക്കും ബാധകമല്ലേ? അപ്പൊ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണെങ്കിൽ അതെന്താണ്? മാക്രോയാണ്. നേരെ മറിച്ച് വ്യക്തികളെ മാത്രം, ഒരു പെർട്ടിക്കുലർ വ്യക്തി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഹൗസ് ഹോൾഡിനെ മാത്രം ബാധിക്കുന്ന ഒക്കെ ആണെങ്കിൽ അതെന്താണ്? മൈക്രോ ഇക്കണോമിക്സ് ആണ്. അതായത് ഇവിടെ വേറൊരു ഡിഫറൻസും കൂടെ പറഞ്ഞുതരാം. ഇവിടെ പാർഷ്യൽ ഈക്വിലിബ്രിയം ആണ്. അതായത് പാർഷ്യൽ ഈക്വിലിബ്രിയം, അതായത് നമ്മൾ ജനറൽ ഈക്വിലിബ്രിയത്തിനെ കുറിച്ച് പഠിക്കുന്നില്ല. ഏതെങ്കിലും ഒരു സെക്ടർ എടുത്തിട്ട് അതിന്റെ മാത്രം ഈക്വിലിബ്രിയം, ഒരു കൺസ്യൂമർ എങ്ങനെ ഈക്വിലിബ്രിയത്തിൽ എത്തുന്നു, ഒരു പ്രൊഡ്യൂസർ എങ്ങനെ ഈക്വിലിബ്രിയം, അത് മാത്രമാണ് നമ്മൾ മൈക്രോ ഇക്കണോമിക്സ് പഠിക്കുക. നേരെ മറിച്ച് ഇവിടെ നമ്മൾ പഠിക്കുന്ന എന്താണെന്ന് അറിയാം മക്കളെ? ജനറൽ ഈക്വിലിബ്രിയം. ഇതിന്റെ ടേം തന്നെ കണ്ടാൽ നമുക്കറിയാം ഏത് ഇക്കണോമിക്സ് വരുന്നതാണ്. ഇതെന്താണ്? ജനറൽ. ഇതെന്താണ്? പാർഷ്യൽ ഈക്വിലിബ്രിയം ആണ്. അപ്പൊ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ ഇക്കണോമിക്സ് എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? 2 കോളം ആക്കിയിട്ട് ഇങ്ങനെ ഫസ്റ്റ് കോളം മൈക്രോ, സെക്കൻഡ് കോളം മാക്രോ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഡിഫറൻസസ് എഴുതി വെക്കുക. ഓക്കെ, നൗ കംസ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പോസിറ്റീവ് ഇക്കണോമിക് അനാലിസിസ് ആൻഡ് നോർമറ്റീവ് ഇക്കണോമിക് അനാലിസിസ്. ഇതാണ് ഈ ഒരു ചാപ്റ്റർ ചോദിക്കാനുള്ള വേറൊരു സംഭവം. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഇത് മൈക്രോ ആൻഡ് മാക്രോ ഇല്ലെങ്കിൽ പിന്നെ ചോദിക്കുക പോസിറ്റീവ് ഇക്കണോമിക്സ് ആൻഡ് നോർമറ്റീവ് ഇക്കണോമിക്സ്. പോസിറ്റീവ് ഇക്കണോമിക്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് വാട്ട് ഈസ്. ഇവിടെ എന്താണ്? വാട്ട് ഓട്ട് ടു ബി, എന്തായിരിക്കണം. ഇവിടെ ഡീൽ ചെയ്യുക എന്താണ് എന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഡീൽ ചെയ്യുക എന്താണ്? എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നതാണ് നോർമറ്റീവ് ഇക്കണോമിക്സ്. ഇവിടെ നോ വാല്യൂ ജഡ്ജ്മെന്റ്, അതായത് ഒരു മെക്കാനിസത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ്, അതിന്റെ പരിണിത ഫലങ്ങളെ കുറിച്ചൊന്നും ഇവിടെ നമ്മൾ പ്രതിപാദിക്കില്ല, മെൻഷൻ ചെയ്യില്ല. നേരെ മറിച്ച് ഒരു നോർമറ്റീവ് ഇക്കണോമിക്സിന് നമ്മൾ എന്ത് പറയും? വാല്യൂ ജഡ്ജ്മെന്റ് പറയും. മനസ്സിലായോ? അതായത് എങ്ങനെ ആ മെക്കാനിസം ഡിസൈറബിൾ ആണോ, അനുകൂലിച്ചതാണോ, അല്ലെങ്കിൽ അത് ഇക്കണോമിക്ക് യോജിച്ചതാണോ എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഏതിൽ പറയും? നോർമറ്റീവ് ഇക്കണോമിക്സിൽ പറയും. ഇതാണ് പോസിറ്റീവ് ഇക്കണോമിക്സും നോർമറ്റീവ് ഇക്കണോമിക് അനാലിസിസ് തമ്മിലുള്ള വ്യത്യാസം. ഇനി മക്കളെ ഈ ചാപ്റ്ററിന് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത് നമ്മുടെ PPC ആണ്. അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആണ്. ഇനി PPC, ഇനി ഈ ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ നമ്മുടെ സെൻട്രൽ പ്രോബ്ലംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രാഫാണ്. അപ്പൊ എന്താണ് ഗ്രാഫിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന ഒരേ ഒരു സംഭവം അതിൽ ഏതേ ഉള്ളൂ? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്നേ പഠിക്കുന്നുള്ളൂ. അപ്പൊ ഇനി എന്താണ് PPC എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഇസ് മീൻ ബൈ PPC എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള അവൈലബിൾ റിസോഴ്സസ് വെച്ചുകൊണ്ട്, ഓക്കെ, അവൈലബിൾ റിസോഴ്സസും സെയിം വേ ഉള്ള ടെക്നോളജിയും വെച്ചുകൊണ്ട്, ഓക്കെ, ടെക്നോളജിയും വെച്ചുകൊണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആണ്. 2 കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആണ് മക്കളെ എന്ത്? നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഇനി ഇതൊരു എക്സാമ്പിളാണ്, ഇതൊരു ഇമാജിനറി ടേബിൾ ആണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, അതായത് ഇത് കാണിക്കുന്നത് നമ്മൾ 2 കമ്മോഡിറ്റി ബ്രെഡും ഗണ്ണും ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ കയ്യിലുള്ള റിസോഴ്സസ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഗൺ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് 200 ഗൺ ഉണ്ടാക്കാം. പക്ഷേ അപ്പൊ ബ്രെഡ് ഉണ്ടാക്കാനുള്ള റിസോഴ്സ് നമ്മുടെ കയ്യിൽ ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഗണ്ണിന്റെ ഇനി നമുക്ക് ബ്രെഡിന്റെ അളവ് കൂട്ടി കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഗണ്ണിന്റെ അളവ് എന്ത് ചെയ്യണം? കുറയ്ക്കണം.
അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം, അതായത് ബ്രെഡിന്റെ അളവ് നമുക്ക് കൂട്ടണമെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഗണ്ണിന്റെ അളവ് കുറയ്ക്കണം? അതിന് ഒരൊറ്റ റീസണേ ഉള്ളൂ, ബിക്കോസ് അവർ റിസോഴ്സസ് ആർ ലിമിറ്റഡ് ആണ്. നമുക്കുള്ള റിസോഴ്സ് വെച്ചുകൊണ്ട് രണ്ടും കൂടെ ഉണ്ടാക്കാനേ പറ്റുള്ളൂ അല്ലേ? അപ്പൊ എന്ത് ചെയ്യുക, അത് റിസോഴ്സസ് ലിമിറ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ ഒരു സംഭവത്തിലേക്ക് കയറി വരുന്നത്. ഒന്നിന്റെ അളവ് കൂട്ടണമെങ്കിൽ മറ്റേതിന്റെ അളവ് എന്ത് ചെയ്യണം, നമ്മൾ കുറയ്ക്കണം. നമ്മൾ അതിന് പറയും MRSXY എന്ന് പറയും, അതായത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് ഒന്നിന്റെ അളവ് കൂട്ടണമെങ്കിൽ ഒന്നിന്റെ അളവ് കൂട്ടണമെങ്കിൽ മറ്റേതിന്റെ അളവ് നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഇനി ഇവിടെ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ MOC ആണ്, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ് ചിലപ്പോൾ വൺ വേർഡ് ചോദിക്കും, ദാറ്റ് ഇസ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. ഓക്കെ, നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആണ് MOC. അതായത് ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ വേറൊരു സാധനം ഗിവപ്പ് ചെയ്യാം, അതായത് വിട്ടുകൊടുക്കേണ്ടി വരുന്നു. ആ വിട്ടുകൊടുക്കുന്ന അളവാണ് ശരിക്കും MOC എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഗണ്ണിനെയാണ് ഒഴിവാക്കി കൊടുക്കുന്നത് എന്തുണ്ടാക്കാൻ, ബ്രെഡ് ഉണ്ടാക്കാൻ. അപ്പൊ MOCയുടെ ഫോർമുല എന്ന് പറയുന്നത് ΔY/ΔX ആണ്, അതായത് ചേഞ്ച് ഇൻ Y ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ X ആണ്. ഇതാണ് മക്കളെ X എന്നും ഇത് Y ആയിരിക്കും. എപ്പോഴും അങ്ങനെയാ വരിക, X ഒന്നും മറ്റത് Y ആയിരിക്കും. ഗിവ് അപ്പ് ചെയ്യുന്ന എമൗണ്ട്, അതായത് വിട്ടുകൊടുക്കുന്നത് ഗണ്ണാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം വാല്യൂസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ΔY ആദ്യത്തെ നമുക്ക് പറ്റില്ല, അപ്പൊ അത് അങ്ങനെ തന്നെ അങ്ങോട്ടേക്ക് ഇടുക, ഐഫൺ നോക്കണ്ട. ΔY എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഗൺ, അതായത് 200 180 ആയി, അപ്പൊ 200 മൈനസ് 180 എത്രയാ, 20 അല്ലെ, ഡിവൈഡഡ് ബൈ ΔX എത്രയാ, അതായത് ഇത് മൈനസ് ചെയ്ത ഇത് കൂടിയത് എത്രയാ, 10. സോ ദ ആൻസർ ഈസ് 2. കണ്ടോ? ഇനി അടുത്ത നോക്ക്, ΔY ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നത് എത്രയാണ്, 60 അല്ലെ, 180 മൈനസ് 120 എത്രയാണ്, 60 ഡിവൈഡഡ് ബൈ എത്രയാ കൂടിയത്, 10 20ലേക്ക് എത്രയാ കൂടിയത്, 10. സോ ദ ആൻസർ ഈസ് 6. കണ്ടോ? ഇനി അടുത്തത് 120 0 എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടുകൊടുക്കാൻ റെഡി അല്ല. വിട്ടുകൊടുക്കാൻ റെഡി ആവുന്ന മാത്രമല്ല, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് വെച്ചുകൊണ്ട് മൊത്തം നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിച്ചു, X ഉൽപ്പാദിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ അവസാനം വരുന്നത് 120 ഡിവൈഡഡ് ബൈ എത്രയാണ്, 10. ഇറ്റ് ഗീവ്സ് യു ഹൗ മച്ച്, 12. മനസ്സിലായോ? അപ്പൊ മക്കളെ ഇവിടെ നോക്കിയേ, MRSXY ഇതാണ് മാർജിനൽ റേറ്റ് ഓഫ് MRSX അല്ലെങ്കിൽ MOC. MRSXY ഇവിടെ എന്ത് ചെയ്യുക, കൂടി വരിക, 2 6 12 എന്ന് പറഞ്ഞ് കൂടി വരിക. ഇങ്ങനെ കൂടി വരികയാണെങ്കിൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, MRSന്റെ വാല്യൂ ഇങ്ങനെ കൂടി വരികയാണെങ്കിൽ നിങ്ങൾ വരയ്ക്കുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇവിടെ നമ്മൾ X മാർക്ക് ചെയ്യും, ഇവിടെ Y മാർക്ക് ചെയ്യും. ഈ ഷേപ്പിന്റെ പേരാണ് എന്ത്, കോൺകേവ്. ക്ലിയർ? ഇതാണ് കോൺകേവ്. ഇനി വേറൊരു കോമ്പിനേഷൻ, XY. Xന്റെ അളവ് നമ്മൾ കൂട്ടുക, Yന്റെ അളവ് നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് വരിക, കുറയ്ക്കണം, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കോളത്തിൽ MOC നോക്കാം. ആദ്യത്തെ MOC നമുക്ക് അറിഞ്ഞുകൂടാ മക്കളെ. MOC കൈൻഡ് ഓഫ് പ്രോബ്ലം ഫോർമുല ΔY/ΔX എന്നാണ്. അപ്പൊ ഇതിന്റെ ഫോർമുല പഠിച്ചു വെക്കണം. ΔX ആദ്യത്തെ നമ്മൾ എപ്പോഴും ബ്ലാങ്ക് ആക്കുക. 10 6ലേക്ക് എത്രയാ ഡിഫറൻസ്, 4. 4/1 എത്രയാ, 4 അല്ലെ. അടുത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിഫറൻസ് എത്രയാ, 3. 3/1 ഇതിന്റെ ഡിഫറൻസ് ഒക്കെ 1 തന്നെയല്ലേ, അപ്പൊ എത്രയാ, 3. അടുത്ത എത്രയാ, 2. 2/1 എത്രയാ മക്കളെ, 2 അല്ലേ. അടുത്തതോ 1/4 അല്ല, അടുത്തത് അടുത്ത 1 0 എന്ന് പറയുമ്പോൾ 1 തന്നെയല്ലേ. ഇതിന് ഡിഫറൻസ് എത്രയാ, 1. 4 അല്ല 1. ഓക്കെ, അപ്പൊ എത്രയായി, 1/1 എന്ന് പറയുന്നത് എത്രയാണ്, 1. ഇവിടെ നോക്കിയ മക്കളെ, MOCക്ക് എന്ത് സംഭവിക്കുന്നു, MOC ഈസ് ഡിക്രീസിങ് അല്ലെ. MOC ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡിക്രീസിങ്. അങ്ങനെയാണെങ്കിൽ MOC ഡിക്രീസ് ചെയ്യുന്ന ഒരു കേസ് ആണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് കോൺകേവ്. ഇതിന്റെ ഷേപ്പ് എന്തായിരിക്കും, കോൺവെക്സ് ആയിരിക്കും. ശ്രദ്ധിക്കണേ, ഇത് MOC ഇങ്ങനെ കുറഞ്ഞു വരികയാണെങ്കിൽ 4 3 2 എന്ന് കുറഞ്ഞു വരികയാണെങ്കിൽ അതിന്റെ ഷേപ്പ് എന്തായിരിക്കും, കോൺവെക്സ് ആയിരിക്കും. നേരെ മറിച്ച് കൂടി വരികയാണെങ്കിൽ ഷേപ്പ് എന്താന്നാ മിസ് പറഞ്ഞത്, കോൺകേവ് ആണ്. ഇനി ഒരു കേസും കൂടി ഉണ്ട്, XY. ഇവിടെയും നമുക്ക് MOC കാണണം. ആദ്യത്തെ ഒന്നും ചെയ്യണ്ട. ΔY 1 1/1 അടുത്തതും 1/1 1 അടുത്തതും 1. ഇതിന്റെ ഡിഫറൻസ് 1 തന്നെയല്ലേ, 1 1/1. ഇവിടെ നോക്കിയേ, MOC എന്താണ് മക്കളെ, സെയിം ആണ് അല്ലെ. MOC എന്താണ്, സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ
PPC curve എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. PPC curveന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ എപ്പോഴൊക്കെയാണ് മാറുന്നത്? ശരിക്കും PPC curveന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കോൺകേവ് ആണ്. ഓക്കെ, മറന്നു പോകരുത്, കോൺകേവ് ആണ്. അതിൽ തന്നെ ഇനി ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ്. നമ്മുടെ PPC curve ഇങ്ങനെയാണ്. PPC curve ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം അല്ലേ? എപ്പോഴാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക? ഔട്ട്വേർഡ് ഷിഫ്റ്റ് ഇങ്ങനെ നടക്കാം അല്ലേ? എപ്പോഴാണ് ഔട്ട്വേർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്? ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് വരണം അല്ലേ? നമ്മുടെ രാജ്യത്തുള്ള വിഭവങ്ങൾ എന്ത് ചെയ്യണം? വർദ്ധിക്കണം. ഗ്രോത്ത് ഓഫ് റിസോഴ്സ് വരണം. അതേപോലെ എന്തും കൂടെ വന്നാൽ മതി, ടെക്നോളജിക്കൽ, രണ്ട് റീസണും കൂടിയാണിത് കേട്ടോ. ടെക്നോളജിക്കൽ പ്രോഗ്രസ് വന്നാലും നമ്മുടെ PPC curve അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ഷിഫ്റ്റ് ഇൻ PPC പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. എപ്പോഴാണ് അങ്ങോട്ടേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണ്, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ പ്രോസസ് ആണ്, അല്ലെങ്കിൽ പ്രോഗ്രസ്. ഓക്കെ, ഇനി PPC curve നോക്കിയ മക്കളെ, PPC curve ഇനി നേരത്തെ പോലെ ആയിരിക്കണം എന്നില്ല, ഇത് ഉള്ളോട്ട് വരാം. അപ്പൊ എന്താ സംഭവിക്കുക? ദാറ്റ് ഷോസ് വാട്ട്? ലെസ് ഗ്രോത്ത് അല്ലേ? നമ്മുടെ രാജ്യത്ത് എന്തില്ല? ഗ്രോത്ത് ഇല്ല. അതേപോലെ ബാക്ക്വേർഡ് ടെക്നോളജി. ഓക്കെ, ബാക്ക്വേർഡ് ടെക്നോളജി, നമ്മുടെ രാജ്യത്തുള്ള ടെക്നോളജി വികസിക്കുന്നില്ല, പഴഞ്ചനാണ്. എന്നാലും നമ്മുടെ എന്ത് സംഭവിക്കും? PPC curve ഉള്ളിലേക്ക് വരും. ഇതാണ് രണ്ട് റീസൺസ് ഫോർ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് PPC. മക്കളെ, ഇത് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു യുദ്ധം വരികയാണെങ്കിൽ ഇങ്ങോട്ട് വരും അല്ലേ? നമ്മുടെ PPC curve ഇങ്ങോട്ട് വരും. ഇനി PPC തന്നെ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ PPC curveന്റെ 3 പോയിന്റ്, ഇവിടെ A എന്ന പോയിന്റ്, ഇവിടെ B എന്ന പോയിന്റ്, ഇവിടെ C എന്ന പോയിന്റ്, ഇതൊക്കെ എന്താ കാണിക്കുന്നത്? A എന്ന പോയിന്റ് കാണിക്കുന്നത് എന്താണ്? ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ഓക്കെ, യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അല്ലെങ്കിൽ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്, അല്ലെങ്കിൽ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ഇതെന്ന് പറയുന്നത് അൺഅറ്റൈനബിൾ ആണ്, നമുക്ക് അവിടെ എത്തിപ്പിടിക്കാനൊന്നും കഴിയില്ല കേട്ടോ. ദിസ് ഇസ് അൺഅറ്റൈനബിൾ, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്ത്? ഇറ്റ് ഈസ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. നമ്മുടെ ഇവിടെ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് വന്നാലല്ലേ നമുക്ക് ആ പോയിന്റിലേക്ക് എത്തിപ്പിടിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഈ C എന്ന പോയിന്റ് കാണിക്കുന്നത് എന്താണ്? യെസ്, C എന്ന പോയിന്റ് അണ്ടർ യൂട്ടിലൈസേഷൻ കേട്ടോ. ഇറ്റ് ഷോസ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അതായത് റിസോഴ്സസ് വേണ്ട രീതിയിൽ എന്ത് ചെയ്യുന്നില്ല? ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഈ 3 ഇംപ്ലിക്കേഷനും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ തറവായിരിക്കണം, എല്ലാ ടോപ്പിക്സും കവർ ചെയ്യണം കേട്ടോ. ഓക്കെ.